ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ SSLC എക്സാമിനേഷന്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. തീർച്ചയായും SSLC എക്സാമിനേഷൻ എഴുതി ഉന്നത വിജയം നേടിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം ഏവർക്കും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC എക്സാമിനേഷന് ഉന്നത വിജയമാണ് എല്ലാ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്നത്. ഈ വർഷത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് 99.47%. 99.47% കുട്ടികളും ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുണ്ട്. ബാക്കിയുള്ള 0.53% കുട്ടികൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ല. തീർച്ചയായും ആ 0.53% ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആകാത്തതിനുള്ള റീസൺ തീർച്ചയായും അവരുടെ കഴിവില്ലായ്മ അല്ല, ഈ വർഷത്തെ പ്രത്യേക സാഹചര്യങ്ങളാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. യാതൊരു സംശയവുമില്ല. തീർച്ചയായും ബാല്യത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങിയ ഒത്തിരി ആൾക്കാർ ഭാവിയിൽ മകാന്മാരായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം. ആ ചരിത്രം ആവർത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ SSLC ഏത് കോഴ്സ് പഠിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. തീർച്ചയായും SSLC എക്സാമിനേഷന് ഉന്നത വിജയം നേടിയ 99% കുട്ടികളും ഹയർ സെക്കൻഡറി കോഴ്സസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കുറച്ചു കുട്ടികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സസ് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർ ITI കോഴ്സസ്, ചിലർ വ്യത്യസ്തമായ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കുവാനും സാധ്യതയുണ്ട്. എങ്കിലും 99% കുട്ടികളും ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും നല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി കോഴ്സിന് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. തീർച്ചയായും 10ാം ക്ലാസ് വരെ 10 സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. എല്ലാ കുട്ടികളും അത് തന്നെയാണ് പഠിച്ചത്. എന്നാൽ +1 +2 ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടുമ്പോൾ വ്യത്യസ്തമായ സബ്ജക്ട് കോമ്പിനേഷൻ നമുക്ക് പഠിക്കുവാനുണ്ട്. ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ മേക്കിംഗ് ടൈം ആണ്. എന്തു പഠിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ അത് വേണം ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുവാൻ. എല്ലാവരും അപ്ലൈ ചെയ്യുന്നു, ഞാനും അപ്ലൈ ചെയ്യുന്നു. എല്ലാവരും സയൻസ് പഠിക്കുന്നു, ഞാനും സയൻസ് പഠിക്കുന്നു. ആ ചിന്ത തെറ്റാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് അടങ്ങിയ കോമ്പിനേഷൻ അതാണ് ഹയർ സെക്കൻഡറിക്ക് പഠിക്കേണ്ടത്. അത് പഠിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസ് ഹയർ സ്റ്റഡീസിന് പഠിക്കുവാനും സാധിക്കും. തീർച്ചയായും SSLC എക്സാമിനേഷൻ ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളും ആദ്യം അപ്ലൈ ചെയ്യുന്നത് സയൻസ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ സയൻസ് കോമ്പിനേഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പ്രധാനമായും 3 കോമ്പിനേഷൻസ് ആണുള്ളത്. സയൻസ് കോമ്പിനേഷൻ, കൊമേഴ്സ് കോമ്പിനേഷൻ, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ. ഈ 3 കോമ്പിനേഷനെ തന്നെ 46 സബ് കോമ്പിനേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 46 സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ വ്യത്യസ്ത സ്കൂളുകളിലായിട്ട് പഠിക്കുവാനുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം സ്കൂളിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോഴ്സസ് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. SSLC എക്സാമിനേഷന് ഫുൾ A+ അല്ലെങ്കിൽ 9A+ നേടിയ മെജോറിറ്റി കുട്ടികളും സയൻസ് സബ്ജക്ട് പഠിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഹയർ സെക്കൻഡറിയിൽ 46-ലധികം വ്യത്യസ്തമായ സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ സയൻസ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ്, അതേപോലെ കൊമേഴ്സ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറെ കോമ്പിനേഷൻസ്, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുള്ള കോമ്പിനേഷൻസ്, അങ്ങനെ 46 കോമ്പിനേഷൻ ആണുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷൻ ഏതെന്ന് മനസ്സിലാക്കുക, അതുള്ള സ്കൂളുകൾ കണ്ടെത്തുക, ആ സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്ന രീതിയിൽ കോഴ്സസ് +2-നുള്ള വ്യത്യസ്തമായ കോഴ്സസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ സയൻസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള കുട്ടികൾ ആദ്യം ചൂസ് ചെയ്യേണ്ട കോഴ്സ് കോഡ്, ഹയർ സെക്കൻഡറിക്കുള്ള ഫസ്റ്റ് കോഴ്സ് കോഡ് 01. ഈ 01 കോഴ്സ് കോഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ തീർച്ചയായും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികളും കോമൺ ആയി 2 സബ്ജക്ട് പഠിക്കണം. ഒന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് സെക്കൻഡ് ലാംഗ്വേജ്. ഇംഗ്ലീഷിന് മാറ്റമില്ല. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം. ചില കുട്ടികൾക്ക് മലയാളം സെലക്ട് ചെയ്യാം, ചിലർക്ക് ഹിന്ദി സെലക്ട് ചെയ്യാം, ചിലർക്ക് അറബിക്ക് സെലക്ട് ചെയ്യാം, ചിലർക്ക് ഫ്രഞ്ച് സെലക്ട് ചെയ്യാം, ലാറ്റിൻ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ജർമ്മൻ, റഷ്യൻ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സോ സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. മലയാളം പഠിച്ചാൽ ഹിന്ദി പഠിക്കണ്ട, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലെ പല സ്കൂളുകളിലും പല ഓപ്ഷൻസ് ആണ്. മലയാളവും ഹിന്ദിയുമാണ് മെജോറിറ്റി സ്കൂളുകളിലുള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെ 4-5 സ്കൂളുകളിൽ റഷ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജും പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാം.
നെക്സ്റ്റ് സബ്ജക്റ്റുകൾ 01 കോഴ്സ് കോഡിൽ ഇംഗ്ലീഷ് പഠിക്കണം, ഒരു സെക്കൻഡ് ലാംഗ്വേജ്. ദെൻ മാത്തമെറ്റിക്സ് പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ബയോളജി. എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ദെൻ എന്താണ്? ബയോ സയൻസ് എന്നാണ് ഈ കോഴ്സ് കോഡ് അറിയപ്പെടുന്നത്. ബയോ സയൻസ്. സോ ഇത്രയും സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. 4 സബ്ജക്റ്റും 2 ലാംഗ്വേജും. സോ ഇതൊക്കെ പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കുട്ടികൾ തീർച്ചയായും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുക. അല്ലാതെ എനിക്കും A+ കിട്ടി, ഫുൾ A+ കിട്ടി, അതുകൊണ്ട് ഞാൻ സയൻസേ പഠിക്കൂ, അങ്ങനെ ഒരു ചിന്ത വേണ്ട, ബുദ്ധിമുട്ടേണ്ടി വരും. സോ തീർച്ചയായും ഈ സബ്ജക്റ്റുകൾ താല്പര്യമുള്ള കുട്ടികൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുക. ഇത് സയൻസ് സബ്ജക്റ്റിൽ ഏറ്റവും അധികം സ്കൂളുകളിലുള്ള ഒരു കോഴ്സ് കോഡാണ്. അടുത്തത്, ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനോട് കൂടുതൽ താല്പര്യം കാണും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കമ്പ്യൂട്ടർ സയൻസ്. ആ കോഴ്സ് കോഡ് 05. ഇവിടെ പഠിക്കാനുള്ളത് ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ് പഠിക്കണം. എന്ത് പഠിക്കണ്ട? ബയോളജി പഠിക്കണ്ട, പകരം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില കുട്ടികൾക്ക് ബയോളജി താല്പര്യമേ ഇല്ല, എങ്കിൽ എന്ത് പഠിച്ചാൽ മതി? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മതി. എന്നാൽ സയൻസ് സബ്ജക്റ്റുകളെല്ലാം പഠിക്കാനും സാധിക്കും. സോ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഏതാണ്? 05. ഇനിയും ഒത്തിരി കോഴ്സസ് ഉണ്ട് കേട്ടോ. 02 എന്നൊരു കോഴ്സ് ഉണ്ട്. വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. അവിടെ പഠിക്കാനുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇല്ല. ഹോം സയൻസ്. ഒത്തിരി കുട്ടികൾ ഇതിലേക്ക് ചാടുമായിരിക്കും. മാത്തമെറ്റിക്സ് ഇല്ലല്ലോ. പക്ഷേ വളരെ വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രം, ട്രിവാൻഡ്രത്ത് തന്നെ 1-2 സ്കൂളുകളിൽ മാത്രമേ ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ളൂ. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ എന്താണ്? ഹോം സയൻസ്. അങ്ങനെയും ഒരു സബ്ജക്ട് ഉണ്ട്. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ നിങ്ങളുടെ ജില്ലയിൽ ഏത് സ്കൂളിലാണുള്ളതെന്ന് അന്വേഷിക്കുക. മാത്തമെറ്റിക്സ് പഠിക്കുകയേ വേണ്ട, പക്ഷെ സയൻസ് സബ്ജക്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ 02 എന്ന കോഴ്സ് ചൂസ് ചെയ്യാം. സോ സയൻസിൽ പ്രധാനമായിട്ടും ഈ 01 എന്ന കോഴ്സാണ് മെജോറിറ്റി സ്കൂളുകളിലുമുള്ളത്. മെജോറിറ്റി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതും ഈ കോഴ്സിനാണ്. പിന്നെ ഒത്തിരി സ്കൂളുകളിൽ എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് ബാച്ചുമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നുള്ളവർക്ക് ഈ കോഴ്സ് കോഡ് ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കോമ്പിനേഷൻസ്. വ്യത്യസ്തമായ ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനോടൊപ്പം ജിയോളജി എന്ന സബ്ജക്ട് പഠിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതൊക്കെ വളരെ ചുരുക്കം സ്കൂളുകളിലേ ഉള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. സയൻസ് സബ്ജക്റ്റുകൾ അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കുട്ടികൾ സാധാരണ സെലക്ട് ചെയ്യുന്നതാണ് കൊമേഴ്സ് കോഴ്സ്. തീർച്ചയായും കൊമേഴ്സ് കോഴ്സിൽ ഒത്തിരി സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പല കുട്ടികളും കൊമേഴ്സ് സെലക്ട് ചെയ്യുന്നത് സയൻസിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല, പിന്നെ ഇരിക്കട്ടെ കൊമേഴ്സ്, അങ്ങനെ പഠിക്കുന്നവരുണ്ട്. ചിലരെന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി പേടിച്ച് കൊമേഴ്സ് പഠിക്കുന്നവരുണ്ട്. തീർച്ചയായും കൊമേഴ്സ് സബ്ജക്ട് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ എന്തൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കണം. തീർച്ചയായും കൊമേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് ഒരു മോശമായ ബാച്ച് അല്ല. ഒത്തിരി ജോബ് സാധ്യതകൾ ഉള്ള ഒരു സബ്ജക്ട് കോമ്പിനേഷനാണ് ഈ കൊമേഴ്സ് ബാച്ചുകളിൽ പഠിക്കുവാനുള്ളത്. സോ തീർച്ചയായും അതെന്തൊക്കെ സബ്ജക്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും അധികം സ്കൂളുകളിൽ കൊമേഴ്സ് ബാച്ചുള്ള സ്കൂളുകളിലുള്ള കോഴ്സ് കോഡ് 39 എന്ന കോഴ്സ് കോഡ് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്, അവിടെയും പഠിക്കേണ്ട സബ്ജക്റ്റുകളുടെ എണ്ണം 6 തന്നെയാണ്, മാറ്റമില്ല. ഇംഗ്ലീഷ് പഠിക്കുക, ഒരു സെക്കൻഡ് ലാംഗ്വേജും പഠിക്കുക, സയൻസുകാർ പഠിക്കുന്നത് പോലെ. ഇനി സബ്ജക്ട്, ഫിസിക്സ് വേണ്ട, കെമിസ്ട്രി വേണ്ട, ബയോളജി വേണ്ട, രക്ഷപ്പെട്ടു. ബിസിനസ് സ്റ്റഡീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബിസിനസ് സ്റ്റഡീസ് പഠിക്കണം. അക്കൗണ്ടൻസി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ. അക്കൗണ്ടൻസി, ദെൻ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സയൻസ് താല്പര്യമില്ല എങ്കിൽ ഈ കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യൂ. ദെൻ എന്താണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മോഡേൺ ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞു. സോ ഏറ്റവും നല്ല ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ് 39. അവിടെ എന്ത് പഠിക്കേണ്ട? സയൻസ് സബ്ജക്ട് പഠിക്കേണ്ട. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ 4 സബ്ജക്റ്റുമാണ് ഈ സബ്ജക്ട് കോമ്പിനേഷനിൽ പഠിക്കാനുള്ളത്. ഒത്തിരി സ്കൂളുകളിൽ ഈ കോഴ്സസ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നെക്സ്റ്റ്, കോഴ്സ് കോഡ് 38. ബിസിനസ് സ്റ്റഡീസ് പഠിക്കണം, അക്കൗണ്ടൻസി പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, പൊളിറ്റിക്കൽ സയൻസ്. എന്ത് പഠിക്കണ്ട? ഇവിടെ പഠിച്ച കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടർ എന്ന് കേട്ടാലേ പേടിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ആകാൻ സാധ്യതയില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ചില കുട്ടികൾക്ക് എന്താണ്? എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണ്ട, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ട. അങ്ങനെയുള്ളവർക്കുള്ള ഒരു കൊമേഴ്സ് കോമ്പിനേഷൻ ആണ് 38. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. മറ്റൊന്ന്
അല്ലെ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ എനിക്ക് പേടിയുള്ളൂ, മാത്തമെറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊമേഴ്സ് പഠിക്കുകയും വേണം, എങ്കിൽ അവർക്കുള്ള കോമ്പിനേഷൻസ് അല്ലെ. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കോഴ്സ് കോഡുകളാൽ സമ്പുഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം, പക്ഷെ അഡ്മിഷൻ കിട്ടാനാണ് പാട്. ഓക്കെ, കാരണം ഈ വ്യത്യസ്തമായ സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ള സ്കൂളുകൾ വളരെ കുറവാണ്. കോമൺ ആയിട്ടുള്ള ചില കോഴ്സസ് ആണ് മെജോറിറ്റി സ്കൂളുകളിലും ഉള്ളത്. അതാണ് ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് 36 കോഴ്സ് കോഡ് 36. ഇതും കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഒപ്പം മാത്തമെറ്റിക്സും. അതായത് 39ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നു, ഇവിടെ അത് പഠിക്കുന്നില്ല, പകരം മാത്തമെറ്റിക്സ് പഠിക്കുന്നു. ഈ കൊമേഴ്സ് കോമ്പിനേഷനും ഒത്തിരി സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഏറ്റവും അധികം സ്കൂളുകളിലുള്ള 3 കോമ്പിനേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഓക്കെ, മറ്റൊരു കൂട്ടരുണ്ട്, എനിക്ക് സയൻസും പഠിക്കേണ്ട കൊമേഴ്സും പഠിക്കേണ്ട, എനിക്ക് മാനവിക വിഷയങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ഉള്ളത്. ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ആണ് ഏറ്റവും അധികം കോമ്പിനേഷൻസ് ഉള്ളത്. അതിൽ തന്നെ മെജോറിറ്റി സ്കൂളുകളിലും ഉള്ള കോമ്പിനേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിർഭാഗ്യവശാൽ സയൻസും കൊമേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമേ ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ഉള്ളൂ എന്നുള്ളതാണ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം സയൻസിന് അഡ്മിഷൻ കിട്ടും, എന്നാൽ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കിട്ടാനാണ് പാട്. പണ്ടൊക്കെ, അതായത് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പം അഡ്മിഷൻ കിട്ടാൻ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. എന്നാൽ ഹ്യൂമാനിറ്റീസ് ഇഷ്ടമുള്ള കോമ്പിനേഷൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ ആ കോഴ്സ് പഠിക്കാൻ സാധ്യമല്ല. കാരണം ആ സ്കൂളിൽ ഈ കോഴ്സസ് ഒന്നും ഉണ്ടാകാനും സാധ്യതയില്ല. വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രമാണ് ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ഉള്ളത്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ജില്ലയിൽ. എങ്കിലും ഒത്തിരി സ്കൂളുകളിൽ ഉണ്ട്, വിഷമിക്കേണ്ട കേട്ടോ. സാധ്യതകളുണ്ട്. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത സ്കൂളിൽ കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാൻ പറ്റുന്ന സ്കൂളുകളിൽ ഈ കോഴ്സസ് കാണുവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ആ കോഴ്സസ് ഒന്ന് പരിചയപ്പെടാം. ഹ്യൂമാനിറ്റീസ് കോഴ്സസ്, അത് ഏറ്റവും അധികം സ്കൂളുകളിലുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കോഡ് 10. ഈ കോഴ്സ് കോഡ് എടുത്ത് പഠിച്ചാൽ തീർച്ചയായും ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾ പഠിച്ചേ പറ്റൂ. 4 സബ്ജക്ട് പഠിക്കണം. 1 ഹിസ്റ്ററി, ചരിത്രം പഠിച്ചോളൂ ഈസി ആയിട്ട്. നെക്സ്റ്റ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം പഠിച്ചോളൂ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്. നെക്സ്റ്റ് എന്താണ്? ജിയോഗ്രഫി. അപ്പോൾ ഈ കോമ്പിനേഷനിൽ വരുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഈ 4 വിഷയം പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കോഴ്സ് കോഡ് 10. നെക്സ്റ്റ് കോഴ്സ് കോഡ് 11. ഒത്തിരി സ്കൂളുകളിലുള്ള മറ്റൊരു കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്കൂളുകളിലുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 11 എന്ന് പറയുന്ന കോഴ്സ് കോഡാണ്. ഇവിടെ പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഫൈനലി സോഷ്യോളജി. ഈ 2 കോഴ്സസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ജിയോഗ്രഫി പഠിക്കുന്നു, ഇവിടെ എന്താണ്? ജിയോഗ്രഫിക്ക് പകരം സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. സോ ജിയോഗ്രഫി ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവർ ഈ കോഴ്സ് സെലക്ട് ചെയ്യുക. ഫൈനലി ഈ +1 കോഴ്സസിൽ 46 കോഴ്സസ് ആണ് മൊത്തം സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ളത്. 46 സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 46 എണ്ണത്തിൽ ഒരു മാത്തമെറ്റിക്സ് അധ്യാപകനാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ നമ്പർ 35. വെറൈറ്റി ഓഫ് സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ജേർണലിസം, പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ജേർണലിസം. ദെൻ മനഃശാസ്ത്രം, സൈക്കോളജി. ദെൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 വ്യത്യസ്തമായ മേഖലകളിലുള്ള സബ്ജക്റ്റ് ആണ്. ജേർണലിസം, സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. പിന്നെ 2 സബ്ജക്ട് അറിയാലോ, ഇംഗ്ലീഷും പിന്നെ എന്താണ് സബ്ജക്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും പഠിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിനോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ്. കാരണം ഇംഗ്ലീഷ് എന്ന കോമൺ ലാംഗ്വേജ് പഠിക്കുന്നു, അതിനോടൊപ്പം എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നു, പിന്നെ എന്താണ് മനഃശാസ്ത്രം പഠിക്കുന്നു, ജേർണലിസം പഠിക്കുന്നു. അതായത് +2 കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്ന ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ നമ്പർ 35. നിർഭാഗ്യവശാൽ ഈ സബ്ജക്ട് കോമ്പിനേഷനും വളരെ ചുരുക്കം സ്കൂളുകളിലേ ഉള്ളൂ. ട്രിവാൻഡ്രം ജില്ലയിൽ വെള്ളനാട് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ GVHSS കൽപ്പകഞ്ചേരി,
നല്ലൊരു സ്കൂളാണ്. ആ സ്കൂളിലും ഈ കോമ്പിനേഷൻ ഉണ്ട്. വേറെ ഒത്തിരി സ്കൂളുകളുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്കൂളുകൾ പറഞ്ഞു എന്ന് മാത്രം. സോ ഈ സ്കൂളുകളിലൊക്കെയാണ് ഈ 35 എന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ളത്. നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങളുടെ ജില്ലയിൽ ഈ സബ്ജക്ട് കോമ്പിനേഷനുള്ള സ്കൂൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും പഠിക്കൂ. ഒത്തിരി ജോലി സാധ്യതയുള്ള ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനെ മൊത്തം 46 സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. അതിൽ തന്നെ ഒരു 10 താഴെയുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് മാത്രമാണ് പരിചയപ്പെടുത്തിയത്. മെജോറിറ്റി സ്കൂളുകളിലുള്ള കോഴ്സസ് തീർച്ചയായും +1 അഡ്മിഷന് വേണ്ടി സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ എന്ന് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം +1 കോഴ്സസിന് അപ്ലൈ ചെയ്യുക. ആരെങ്കിലും പറയുന്നതനുസരിച്ച് എന്തെങ്കിലും കേട്ട് അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീർച്ചയായും ഒരു സബ്ജക്ട് നിങ്ങൾ സെലക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ചില കുട്ടികൾക്കെങ്കിലും ഈ സബ്ജക്റ്റുകളോടൊപ്പം ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടെ പഠിക്കണം എന്ന ആഗ്രഹം കാണും. അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളത്. ഈ സബ്ജക്റ്റുകളോടൊപ്പം അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടെ പഠിക്കുവാൻ സാധിക്കും. ചില സ്കൂളുകളിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കോഴ്സ് ആയിരിക്കും, ചില സ്കൂളുകളിൽ ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട കോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ടൂറിസം, അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ കോഴ്സസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ് തൊഴിലധിഷ്ഠിത കോഴ്സ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അഡ്മിഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ അപ്ലൈ ചെയ്താൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. 2 സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ദ പോയിന്റ്. പല കുട്ടികൾക്കും അബദ്ധം പറ്റുന്നതാണ്. ഞാൻ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ VHSCയിലും എനിക്ക് കിട്ടും. അങ്ങനെ അല്ല. VHSCയിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുക, ഹയർ സെക്കൻഡറിയിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുക. തീർച്ചയായും പഠിത്തത്തിൽ ഒത്തിരി മുന്നോക്കമല്ലാതെ കുറച്ച് പെട്ടെന്ന് ജോബ് വേണം അല്ലെങ്കിൽ ജോലി സാധ്യത പെട്ടെന്ന് വേണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ തീർച്ചയായും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുകളൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഫിസിക്സും പറ്റൂല, കെമിസ്ട്രിയും പറ്റൂല, കൊമേഴ്സും പറ്റൂല, ഹിസ്റ്ററിയും പറ്റൂല, അങ്ങനെയുള്ള കുട്ടികളും വിഷമിക്കേണ്ട. നിങ്ങളുടേത് കൂടിയാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി വ്യത്യസ്തമായ കോഴ്സസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതിൽ ഒന്നാണ് ITI കോഴ്സസ്. ITI കോഴ്സസിനെ കുറിച്ച് വിശദമായി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. തീർച്ചയായും അന്വേഷിക്കൂ, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായും ഈ വർഷം SSLC എക്സാമിനേഷന് ഉന്നത വിജയം നേടിയ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസിന് അർഹരായ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം. അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കോഴ്സോ വീട്ടിനടുത്തുള്ള ചേട്ടനും ചേച്ചിയും എടുത്ത കോഴ്സോ അല്ലാതെ അയൽക്കാരൻ പറഞ്ഞ കോഴ്സോ ആകാൻ പാടില്ല. നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുന്നു, എന്തിന് പഠിക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത്. അല്ലാതെ തൊട്ടയൽവക്കത്തെ ചേട്ടനോ ട്യൂഷൻ ക്ലാസ്സിലെ സാറോ അല്ല. സോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിച്ച് വളരെ ഉന്നത വിജയം അടുത്ത ലെവലിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.